നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമതും ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുകയാണ്. NDA സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്താണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണോ താങ്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? തികഞ്ഞ ആത്മവിശ്വാസമാണ് ധർമ്മടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് അനുഭവപ്പെടുന്നത്. ദീർഘകാലമുള്ള പരിചയം എനിക്ക് ധർമ്മടം മണ്ഡലത്തിലുള്ള ജനങ്ങളുമായി ഉണ്ട്. ഞാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ അതിന് മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായും 6 വർഷക്കാലം പ്രവർത്തിച്ച ഒരു ജില്ലയാണിത്. ആ സമയത്തെല്ലാം തന്നെ ഈ മണ്ഡലത്തിൽ വളരെ സജീവമായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മണ്ഡലത്തിലെ ഓരോ പ്രവർത്തകനെ എനിക്ക് നേരിട്ട് പേര് വിളിച്ച് സംസാരിക്കാൻ സാധിക്കും. അവരുടെ ബന്ധുക്കളെ അറിയാം, ജനങ്ങളെ അറിയാം. ആ പ്രദേശത്തിൽ ഏത് പ്രശ്നങ്ങളിലും ഞാൻ ഇടപഴകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ആ മണ്ഡലത്തിൽ സുപരിചിതനായ ഒരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. നേരത്തെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സാധാരണ CPM ഇതര സ്ഥാനാർത്ഥികൾ പറയുന്നൊരു കാര്യം, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാറില്ല, തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ശരിയാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ തന്നെ, മറ്റ് UDFന്റെ സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ മോശമായ അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പോകുന്ന സമയത്ത് വാതിലുകൾ കൊട്ടിയടക്കപ്പെടുക, വളരെ മോശമായുള്ള പെരുമാറ്റം. കാരണം പിണറായി പോലുള്ള, പാറപ്പുറം പോലുള്ള, അതുപോലെ തന്നെ പിള്ളശ്ശേരി പോലുള്ള പഞ്ചായത്തുകളിൽ പോകുന്ന സമയത്ത് വളരെ മോശമായി ഇൻസൾട്ട് ചെയ്യുന്ന പെരുമാറ്റം, സ്ഥാനാർത്ഥിയെ തടയുക പോലും ചെയ്ത, സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രമായ പ്രവർത്തനം പോലും തടഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. ഞാൻ എല്ലാ സ്ഥലത്തും CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ, ഇപ്പം നമുക്കറിയാം ഈ മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമാണ്. CPMന്റെ ഏറ്റവും അടിത്തരമുള്ള മണ്ഡലമാണ്. കാരണം CPM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ തന്നെ പാറപ്പുറം എന്ന് പറഞ്ഞ പ്രദേശം അത് ഈ ധർമ്മടം മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ CPMന് വലിയ മേൽക്കൈ ഉള്ളൊരു മണ്ഡലം കൂടിയാണിത്. മാത്രമല്ല CPMന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബലിദാനികളായ ഞങ്ങളുടെ BJPയുടെ RSSന്റെ പ്രവർത്തകന്മാർ ഏകദേശം 13ഓളം ആളുകൾ ബലിദാനികളായ മണ്ഡലം കൂടിയാണ് ഈ ധർമ്മടം മണ്ഡലം. വെണ്ടുട്ടായി സത്യനുണ്ട്, അതുപോലെ തന്നെ അണ്ടല്ലൂർ സന്തോഷുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കൊലയപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ മണ്ഡലം. CPMന്റെ ഏറ്റവും മുഷ്കും ഭീഷണിയും നിലനിൽക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് വ്യത്യാസമാണ്. കാരണം ഞാൻ CPMന്റെ കേന്ദ്രമായ പിണറായിയിൽ, അതുപോലെ തന്നെ പെരളശ്ശേരിയിൽ, അതുപോലെ തന്നെ പാറപ്പുറത്ത് CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കാത്ത ഒരു പ്രദേശമാണ് പാറപ്പുറം പ്രദേശം. ഇത്തവണ ഞാൻ അവിടെ പോയി വോട്ട് ചോദിച്ച സമയത്ത് വളരെ സ്വീകാര്യതയാണ് പിണറായിയിലും പാറപ്പുറത്തും പെരളശ്ശേരിയിലും എല്ലാം തന്നെ എനിക്ക് വളരെ സ്വീകാര്യതയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഷെയ്ക്കൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയ സമയത്ത് ഒരാൾ പോലും കൈ പിൻവലിച്ചിട്ടില്ല. അത്രയേറെ സ്വീകാര്യത എനിക്ക് കിട്ടുന്നുണ്ട്. പിണറായിയിൽ പണ്ട് ഞങ്ങളെ പരിപാടി നടത്തുന്ന സമയത്ത് അവിടെ ഹർത്താൽ ആചരിച്ചിട്ട് നമ്മളോട് പ്രതിഷേധിക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം വന്നിട്ടുള്ള ഒരു റോഡ് ഷോ, ആ റോഡ് ഷോ ഒക്കെ തന്നെ ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു. BJPയുടെ ചരിത്രത്തിൽ പിണറായിയിൽ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ പ്രവർത്തകന്മാർ മാത്രമല്ല അവിടെ പങ്കെടുത്തിരിക്കുന്നത്, 2 റോഡിൻ്റെ ഇരുവശത്തുമായി ആയിരക്കണക്കിന് CPMന്റെ പ്രവർത്തകന്മാർ. ഞാനും സുരേഷ് ഗോപി സാറും കൈവീശി അഭിവാദ്യ സമയത്ത് ഞങ്ങളെ തിരിച്ചഭിവാദ്യം ചെയ്യുന്നത് CPMന്റെ പ്രവർത്തകന്മാരാണ്. ഞങ്ങൾക്കതറിയാം, CPMന്റെ പ്രവർത്തകന്മാരാണ്. ഇതെല്ലാം വലിയ രീതിയിലുള്ള ജനവികാരം, CPMനെതിരെയുള്ള വലിയ രീതിയിലുള്ള ജനവികാരം പ്രതിഫലിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞ ദിവസം താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. താങ്കൾ AKGയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചാരണം ആരംഭിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് CPM താങ്കൾക്കെതിരെ പരാതി കൊടുക്കുകയും എനിക്ക് തോന്നുന്നു കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ AKG വിശാലമായ വീക്ഷണത്തിൽ കാണുമ്പോൾ CPM അതിലൊരു സങ്കുചിതമായ വീക്ഷണത്തിലാണോ AKG ഉൾക്കൊള്ളുന്നതും കാണുന്നതും? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സങ്കുചിതമായ രീതിയിൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. AKG ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ AKGയെക്കുറിച്ച് നമ്മുടെ എല്ലാം കാഴ്ചപ്പാട്, കണ്ണൂർ ജില്ലയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാഴ്ചപ്പാട്, AKG ഒരു മഹാനായ ഒരു നേതാവാണ്, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ നേതാവാണ്, തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ്, പാവപ്പെട്ടവനോട് പ്രവർത്തിച്ച നേതാവാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് AKG. ആ AKGയെ
ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളോട് ആശീർവാദം ചോദിച്ചു. അവരെ എന്നെ ആശീർവദിച്ചു. അതിനുശേഷമാണ് AKG അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്മാരകത്തിൽ ഞാൻ പുഷ്പാർച്ചന നടത്തിയത്. ആദരപൂർവ്വം തന്നെയാണ് പുഷ്പാർച്ചന നടത്തിയത്. ഇത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അന്നത്തെ AKGയുടെ കമ്മ്യൂണിസ്റ്റും രണ്ടാണ്. അന്നത്തെ AKG പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണക്കാരായ അധസ്ഥിതരായ പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്, കർഷക തൊഴിലാളിക്ക് വേണ്ടിയാണ്, തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ്, മുതലാളി വർഗത്തിന് വേണ്ടിയല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, മുതലാളി വർഗത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, തൊഴിലാളി വർഗത്തിന് വേണ്ടിയല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ആശാ വർക്കർമാരുടെ സമരം 3-4 മാസത്തോളം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ തിരുവനന്തപുരത്ത് വെയിലും മഴയും കൊണ്ടിട്ട്, തൊഴിലാളികളാണ് അവർ, വെയിലും മഴയും കൊണ്ടിട്ട് സമരം നടത്തി. ആ സമരത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് CPM കണ്ണൂർ ജില്ലയിലും കേരളത്തിലും വളർന്നു വന്നത്? തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് CPM കണ്ണൂർ ജില്ലയിൽ വളർന്നു വന്നത്. പക്ഷേ ഇപ്പം തൊഴിലാളികളുടെ കൂടെയല്ല CPM ഉള്ളത്, മുതലാളികളുടെ കൂടിയാണ്. തൊഴിലാളികളുടെ സമരത്തെ, തൊഴിലാളികളുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസം പിണറായിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ ഒരു 10-20 മീറ്റർ ദൂരത്തുള്ള ദിനേശ് ബീഡി തൊഴിലാളികൾ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യത്തിന് വേണ്ടി എത്രയോ ദിവസങ്ങളായി ആ ദിനേശ് ബീഡി തൊഴിലാളികൾ, റിട്ടയർഡ് ചെയ്ത തൊഴിലാളികൾ അവിടെ സമരം നടത്തുന്നു, അവിടെ കുത്തിയിരുന്ന് സമരം നടത്തുന്നു. അതിൻ്റെ തൊട്ട മുമ്പിലൂടെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോകും. തൊട്ട മുമ്പിലാണ്. അവരെ തിരിഞ്ഞു നോക്കാൻ മുഖ്യമന്ത്രി തയ്യാറില്ല. ഞാൻ ആ പ്രദേശത്ത് പോയി, ഞാൻ അവരോട് സംസാരിച്ചു, ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, തൊഴിലാളികളുടെ കൂടിയല്ല, തൊഴിലാളി വർഗത്തിൻ്റെ കൂടിയല്ല, മുതലാളി വർഗത്തിന് കൂടിയാണ്. ആ പ്രശ്നം 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നമാണ്. അവരോട് ഒന്ന് സംസാരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാവം. ധാർഷ്ട്യത്തിൻ്റെ ഭാവത്തിലാണ് മുഖ്യമന്ത്രി പെരുമാറിക്കൊടുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടില്ലേ, ഒരു പരിപാടിയിൽ വെച്ച് CPMൻ്റെ പ്രവർത്തകൻ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, ഉടനടി വിവരം കൊടുക്കുക, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അങ്ങനെ ഉടനടി ഒരു മറുപടി കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് ധർമ്മട മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ അവിടെയൊന്നും BJP പ്രവർത്തകർക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമാധാനമുണ്ട്. വളരെ ശക്തമായ പ്രതിരോധം സംഘത്തിൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ നിർഭയമായി ഈ മണ്ഡലത്തിലെല്ലാം തന്നെ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം പാറപ്പുറം സ്ഥാനാർത്ഥിക്ക് സ്വീകരണ പരിപാടി ഒരുക്കിയ സമയത്ത് അവിടെ എങ്ങനെയാണ് പോകാൻ സാധിക്കുക, എങ്ങനെയാണ് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ള ആശങ്ക പ്രവർത്തകന്മാർക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ധൈര്യപൂർവ്വം നമുക്ക് പോകാം, തടയുന്നുണ്ടെങ്കിൽ തടയട്ടെ, തടഞ്ഞാൽ നമുക്ക് അവിടെ പ്രതിഷേധിക്കാം. ഒരാൾ പോലും, ഒരു അപശബ്ദം പോലും ഉണ്ടായില്ല. ഇത് പാർട്ടി ഗ്രാമം, ഇവിടെയെല്ലാം പാർട്ടി തീരുമാനിക്കും. ഇതാണ് അവിടെ ഒരു ലൈറ്റിട്ട ബോർഡിൽ, ഡിജിറ്റൽ ലൈറ്റിട്ട ബോർഡിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഞങ്ങൾ പ്രസംഗിച്ചത്, ഞങ്ങൾ വോട്ടർമാരെ കണ്ടത്. അവിടെയുള്ള പഴയ ജനസംഘത്തിൻ്റെ പ്രവർത്തകന്മാർ, നമ്മുടെ പഴയകാല പ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ എന്നെ സ്വീകരിച്ചു. ഞാൻ ആ 2 പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരെ ആദരിച്ചു. കാരണം CPMൻ്റെ ശക്തി കേന്ദ്രത്ത്, CPM രൂപീകൃതമായ ആ സ്ഥലത്ത് ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിൻ്റെ പതാക, ഹരിത കുങ്കുമ പതാക പിടിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അവരെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യേണ്ടതാണ് ആ ഗ്രാമത്തിൽ വെച്ച്. അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എല്ലാ സ്ഥലങ്ങളിലും വളരെ സ്വീകാര്യതയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇത്തവണ എനിക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ വലിയൊരു ജനവികാരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ തമ്മിലൊരു ഡീൽ നിലനിൽക്കുന്നുണ്ട് എന്ന ആരോപണം NDAയുടെ ഭാഗത്തുണ്ട്. ധർമ്മടത്ത് UDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നും പ്രചരണത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള ആരോപണമുണ്ട്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ആ ചോദ്യത്തിന് വളരെയേറെ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇന്ന് കേരളത്തിൽ തന്നെ ഈ LDF UDFൻ്റെ അന്തർധാരയും അവിശുദ്ധ കൂട്ടുകെട്ടും നിലനിൽക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ചേശ്വരത്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് NDAയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ പ്രചരണം ആരംഭിക്കുന്ന സമയത്ത് അവിടെ LDF പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു DYFI നേതാവിനെ ഷാനവാസിനെയായിരുന്നു. ഷാനവാസിന് വലിയ സ്വാധീനമുള്ള ആ പ്രദേശത്തെ താമസക്കാരൻ, വലിയ മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുള്ളൊരു നേതാവാണ്
ഷാനവാസിനെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് LDF അതിൽ നിന്നും മലക്കം പറഞ്ഞു. കാരണം പിന്നീട് ഷാനവാസ് അല്ലാതെ ജയാനന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയുടെ സ്ഥാനാർത്ഥിയാക്കി. അത് വളരെ വ്യക്തമാണ്. കാരണം ഷാനവാസിന് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ മുസ്ലിം വോട്ടിൽ വലിയ അധികം മുസ്ലിം വോട്ട് കരസ്ഥമാക്കാൻ ഷാനവാസിന് സാധിക്കും. അപ്പം മുസ്ലിം വോട്ട് ഭിന്നിക്കും. അത് BJPക്ക് ഗുണകരമാവും, NDAക്ക് ഗുണകരമാവും എന്നുള്ളത് കൊണ്ടാണ് ഷാനവാസിനെ മാറ്റി ജയാനന്ദനെ നിർത്തിയിരിക്കുന്നത്. ഇത് UDFനെ സഹായിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നേമത്ത് നമ്മൾ കണ്ടു. കേരളത്തിലെ BJP വിജയിക്കുന്ന പല മണ്ഡലങ്ങളിലും LDFനെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ UDFനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന രീതിയാണ് ഈ രണ്ട് മുന്നണികൾക്കുള്ളത്. ഇവർ രണ്ടല്ല, ഒന്നാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ, തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ, കർണാടക എത്തിക്കഴിഞ്ഞാൽ ഇവരൊരു മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമാണ്. ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇവിടെ രണ്ട് മുന്നണികളായിട്ട് മത്സരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതേ ഡീല് ഇന്ന് ധർമ്മടം നിയോജകമണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെ ധർമ്മടം മണ്ഡലത്തിലും വ്യക്തമായൊരു ഡീലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പോലുള്ള UDFൻ്റെ വലിയ രീതിയിലുള്ള കാടളക്കൂടൽ പ്രചരണമൊന്നും ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയുടെ പര്യടനം പോലും വളരെ ശുഷ്കമാണ്. ഞങ്ങൾ ആരോപിക്കുന്നത് കൃത്യമായി, കാരണം ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും കേരളത്തിലെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം വരുന്ന സമയത്ത് ആ സമയത്തെല്ലാം തന്നെ സഹായത്തിനായിട്ട് ഈ പ്രതിപക്ഷ നേതാവാണ് ഉണ്ടായിരുന്നത്. അപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയത്തിനപ്പുറമായി വലിയ സൗഹൃദം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും അവിടെ പറവൂരിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന സ്ഥലത്ത് VD സതീശനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീല് നിലനിൽക്കുന്നുള്ളതുള്ള യാഥാർത്ഥ്യമാണ്. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥി എവിടെയും നമുക്ക് പ്രചരണ രംഗത്ത് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ മത്സരം നടക്കുന്നത് LDFും NDAയും തമ്മിലുള്ള മത്സരമാണ്. ഞങ്ങൾ നല്ല രീതിയിലുള്ള ഗൃഹസമ്പർക്കങ്ങൾ, അതുപോലെ തന്നെ പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവും ഈ മണ്ഡലത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ത്രിപുര മുഖ്യമന്ത്രി വന്നു, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു, നമ്മുടെ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി ഇന്നിവിടെ വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ രാജ്യസഭാ മെമ്പർ C സദാനന്ദ മാസ്റ്റർ വന്നു. അങ്ങനെ നിരവധി നേതാക്കന്മാർ പ്രചരണ രംഗത്ത് വളരെ സജീവമായി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ UDFൻ്റെ ഒരു നേതാക്കന്മാരും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പിന്നെ മുഖ്യമന്ത്രിയാണല്ലോ സ്റ്റാർ ക്യാമ്പയിനർ. മുഖ്യമന്ത്രി ഉണ്ടെന്ന് മാത്രമേ LDFനുള്ളൂ. ബാക്കി ഒരു നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നിവിടെ മത്സരം നടക്കുന്നത് LDFും NDAയും തമ്മിലുള്ള മത്സരമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ചർച്ചാ വിഷയം 1 ശബരിമല സ്വർണ്ണക്കൊള്ള, 2 അഴിമതി, 3 വികസന മുരടിപ്പ്. ഇതൊന്നും മണ്ഡലത്തിൽ ചർച്ചയാവരുത് എന്ന് LDFന് ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. റാപ്പർ വേടൻ്റെ ഗാനമേള വെക്കുന്നു, കമലഹാസൻ വരും എന്ന് പറയുന്നു. യഥാർത്ഥ രാഷ്ട്രീയത്തിൽ നിന്ന് വഴിമാറി ആളുകളെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം ബോധപൂർവ്വം LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. കാരണം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, CPMൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ധർമ്മടം അടുത്ത് നടക്കുന്നില്ല. കുറേ കുട്ടികളുടെ ഡാൻസുകൾ, പാട്ടുകൾ, അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേടൻ വന്നു. വേടൻ്റെ പരിപാടിയിലും ഇതേപോലെ തന്നെയാണ്. വേടൻ്റെ പരിപാടിക്ക് മുമ്പേ തന്നെ കമലഹാസൻ വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള അഭിനയ നേതാക്കന്മാർ വരുന്നു. അന്നൊക്കെ രീതിയിലുള്ള പ്രചരണം മാത്രമാണ്. കാരണം ആളുകളെ ആകർഷിക്കാൻ, മുഖ്യമന്ത്രിക്ക് ആളുകളെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതേപോലുള്ള നടന്മാരെയും അതുപോലെ തന്നെ ഈ പാട്ടുകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് യഥാർത്ഥ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, സ്വജനപക്ഷപാതം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ നോക്കുക, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശബരിമല വിഷയം. ആ ശബരിമല എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം ശബരിമലയുടെ ആചാരങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നടത്തി. അതിനുവേണ്ടി 2 സ്ത്രീകളെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി പോലീസിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ശബരിമലയിൽ കയറ്റി. എന്നിട്ട് അത് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയുന്നു, ഇതാ ആചാര ലംഘനം നടത്തിയിരിക്കുന്നു,
ഞങ്ങൾ 2 സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇതാണ് ശബരിമലയുടെ അവസ്ഥ. മാത്രമല്ല, ശബരിമലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആചാരലംഘനം മാത്രമൊന്നുമല്ല, ശബരിമലയിൽ ഇപ്പോൾ 4.5 കിലോ സ്വർണം ശബരിമലയിൽ കൊള്ളയടിച്ചിട്ട് മാസങ്ങളായി. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റ് വരിച്ചു. അതിനുശേഷം വലിയ ഗുരുതരമായൊരു സംഭവം എന്ന് പറയുന്നത് തന്ത്രി അറസ്റ്റ് ചെയ്തു. നമ്മളെല്ലാവരും അയ്യപ്പൻ്റെ പ്രതിരൂപമായി കാണുന്നതാണ് തന്ത്രി. ആ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളോടുകൂടിയായിരിക്കണം അറസ്റ്റ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞു, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി പറഞ്ഞിരിക്കുന്ന SITക്ക് തന്ത്രി അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഗുരുതരമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പരിശ്രമം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലെത്തിക്കഴിഞ്ഞു. താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് വികസന കാഴ്ചപ്പാടുകളാണ്, എന്ത് ഉറപ്പാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നൽകാനുള്ളത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. അതിലൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് 2014 മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഒരു 10% പോലും ഈ കേരളത്തിലെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ധർമ്മടം മണ്ഡലത്തിൽ കിട്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി, ഒരു മാസം കഴിഞ്ഞിരിക്കുക, മാർച്ച് 6-ാം തീയതി ഈ മമ്പറം ടൗണിൽ വെച്ച്, അതായത് ധർമ്മടത്ത് വെച്ച്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വെച്ച് ഒരു മെഗാ അദാലത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർജി, അതുപോലെ തന്നെ നമ്മുടെ ശോഭാ കരന്ദർജി, കേന്ദ്രമന്ത്രി ശോഭാ കരന്ദർജി വന്നൊരു മെഗാ അദാലത്തായിരുന്നു. ഏകദേശം ഒരു 5,000-6,000 ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു അത്. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്രയേറെ പരാതികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. 3752ഓളം പരാതികളായിരുന്നു അന്ന് ആ പരിപാടിയിൽ നമ്മുടെ നേതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്നത്. 70% പരാതികളും ഈ ധർമ്മടം മണ്ഡലത്തിലെ ആളുകളുടെ പരാതിയാണ്. കുടിവെള്ളം എത്താത്ത വീടുകൾ, കിട്ടാത്ത വീടുകൾ, മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് കൊണ്ട് മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ റോഡില്ലാത്ത പ്രദേശങ്ങൾ, മരണപ്പെട്ടു പോയാൽ മൃതശരീരം പോലും കൊണ്ടുപോകാൻ വഴിയില്ലാത്ത വീടുകളുണ്ട് ഈ ധർമ്മടം മണ്ഡലത്തിൽ. മാത്രമല്ല, അതിൽ ഏറെക്കുറെ പരാതി വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്ന ആളുകൾ. ചികിത്സിക്കാൻ പണമില്ല. കാരണം ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ആശുപത്രിയുടെ ബില്ല് കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അപ്പം ആശുപത്രിയിൽ പോകാൻ സാധിക്കാതെ മരണത്തിന് കീഴടങ്ങുന്ന ആളുകൾ. അപ്പം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണിത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് അത്. മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവവികാസങ്ങൾ നടക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താണ്? കാരണം ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, പാവപ്പെട്ട ആളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരത് പദ്ധതി. BPL കാർഡ് ഉടമകൾക്ക് ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ കിട്ടുന്ന ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല. അത് നടപ്പിലാക്കുകയാണെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഏറെ ഗുണകരമാണ്. കാരണം 5 ലക്ഷം രൂപ ഒരു കാർഡിലുള്ള ഒരു വീട്ടിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കട്ടെ, 5 പേർക്കും ഒരു വർഷം 5 ലക്ഷം രൂപ വീതം കിട്ടുകയാണ്. ആ പദ്ധതിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് വയോബന്ധന അഭിയാൻ, 32 ലക്ഷം ആളുകൾ കേരളത്തിൽ, 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട് കേരളത്തിൽ. ധർമ്മടം മണ്ഡലത്തിൽ എത്ര പേരുണ്ട്? അവർക്കെല്ലാം കിട്ടുന്ന പദ്ധതിയാണ് 5 ലക്ഷം രൂപ വരെ കിട്ടുന്നത്. ആ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം സാധാരണക്കാരന് കിട്ടുന്ന പദ്ധതികളെ, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളെ കേരളത്തിൽ തടസ്സം നിൽക്കുകയാണ് ഈ മുഖ്യമന്ത്രി. ഞാൻ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ എല്ലാം തന്നെ സാധാരണക്കാരന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെടുന്ന പാവപ്പെട്ടവന് വേണ്ടിയിട്ട്, അവൻ്റെ കുടിലുകൾക്ക് വേണ്ടി, അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ എല്ലാ പദ്ധതികളിലെയും ഗുണഭോക്താക്കളാക്കാൻ, ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ഗുണഭോക്താക്കളാക്കാൻ എനിക്ക് സാധിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇപ്പം മുഖ്യമന്ത്രിയും LDFും പറയുന്നത് ധർമ്മടം മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ് ധർമ്മടം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോൾ ചാലക്കുന്ന് മുതൽ
ചാലക്കുന്ന് മുതൽ ഇങ്ങോട്ട് പെരളശ്ശേരി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റോഡിന് ഇരുവശവും നല്ല വിളക്ക് കലക്കെ വെച്ചുകൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കുറേ വികസന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള നടത്തിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അതിപ്പോൾ നിലനിൽക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ റോഡില്ല, കുടിവെള്ളമില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊന്നും പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് തീർച്ചയായും ആത്മവിശ്വാസമുണ്ട്. ഞാൻ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളും ധർമ്മടത്തിലെത്തിക്കാൻ എനിക്ക് സാധിക്കും. അതിലെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ ഗുണഫലം ഈ ധർമ്മടം മണ്ഡലത്തിലെ സാധാരണക്കാരന് ജനങ്ങൾക്കും കിട്ടും എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ കെ രഞ്ജിത്താണ് നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമതും ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. NDA സ്ഥാനാർത്ഥിയായി BJPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത്. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ജയിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു.